ഇന്ന് ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എഴുതാം 1s2 2s2 2p6 3s2 3p6 3d5 4s1. ഇത് കാണുന്ന ചിലർക്കെങ്കിലും ചില കൺഫ്യൂഷൻ വരാം. എന്തുകൊണ്ടായിരിക്കാം എസിൽ 2 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യാതെ ഡിയിൽ 5 ഇലക്ട്രോൺ കൊടുത്തതെന്ന് അല്ലെ? അതായത് നിങ്ങൾ ഓൾറെഡി ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ടായിരിക്കും 4sൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിനു ശേഷമാണ് ആർക്ക് കൊടുക്കുന്നത് 3ഡിക്ക് കൊടുക്കുന്നതെന്ന്. പക്ഷേ ക്രോമിയത്തിന്റെ കേസ് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് 4sൽ മാക്സിമം 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളും, പക്ഷേ എന്നിട്ട് 4sൽ 1 കൊടുത്തിട്ട് 3ഡിക്ക് ഇവിടെ 5 ആക്കാനുള്ള റീസൺ എന്താണെന്ന്. അതായത് ഇവിടെ 3D സബ്ഷെൽ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കറിയാം ഡിയില് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡി സബ്ഷെല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഹാഫ്ലി ഫില്ലിഡ് ഓർ ഫുൾ ഫില്ലിഡ് ആണെങ്കിൽ മാത്രമാണ് അത് മോർ സ്റ്റേബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 4 വന്നപ്പോൾ നമ്മൾ എന്താക്കി കൊടുത്തത് 5 ആക്കിയിട്ട് 5 ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്ത് കൊടുത്തത്. അത് ഹാഫ് ഫില്ലിഡ് ഇലക്ട്രോൺ ആണ് മോർ സ്റ്റേബിൾ ആവുന്നത്.